അപ്പോൾ ഗെയ്സ് ഇന്നെൻ്റെ ഈ വീഡിയോ ഇന്നത്തെ എൻ്റെ എല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഞാനുണ്ടാക്കിയ വിഭവങ്ങളും ഇന്നത്തെ ദിവസം ഇതാണ് കേട്ടോ വീഡിയോ. അങ്ങനെ രാവിലെ നീച്ച് പല്ലൊക്കെ തേച്ച് 5 മണിക്ക് നീച്ചു കേട്ടോ. നിസ്കരിച്ച് എന്നിട്ട് ഞാൻ അടുക്കളയ്ക്ക് കയറുള്ളൂ കേട്ടോ. രാവിലെ 5 മണിക്ക് നീച്ച് പല്ലൊക്കെ തേച്ച് നിസ്കരിച്ചിട്ടാണ് അടുക്കളയ്ക്ക് കയറട്ടോ. അങ്ങനെ ഗെയ്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതുവരെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നേരെ അടുക്കളയ്ക്ക് പോകട്ടോ. പഴയ അടുക്കളയാണ്, പുതിയ അടുക്കളയൊന്നുമല്ല. അങ്ങനെ നമുക്ക് അടുക്കളയ്ക്ക് കയറാം. ഞാനിവിടെ നിന്ന് കടലക്കറി നൂൽപുട്ടാട്ടോ ഉണ്ടാക്കണേ രാവിലെ. അപ്പം ഞാൻ വൈകുന്നേരത്ത് തന്നെ ഞാൻ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിലേ കടലങ്ങൾ അതിൽ നിട്ട് വെക്കട്ടോ. രാവിലേക്കൊക്കെ നല്ലോണം വെന്ത പോലെ ആയിട്ടുണ്ടാവും. ഇനി 2 വിസിലെത്തിയാൽ വേഗം പോകും കേട്ടോ. നമ്മൾ റൈസ് കുക്കറിലൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് നോക്കുന്നുണ്ടോ. രാവിലേക്ക് നന്നായി പകുതി ഭാഗമായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നിട്ട് നോക്കുകൊണ്ട് നല്ല ടിപ്പാണ്. വൈകുന്നേരത്ത് കടല നല്ലോണം കഴുകിയിട്ട് റൈസ് കുക്കറിലിട്ടേക്കുക. എന്നാൽ ഞാൻ കടലയൊക്കെ ഒന്ന് കഴുകി നമുക്ക് ഒരു കുക്കറിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സവാളയും തക്കാളിയൊന്നും വാട്ടാൻ നിൽക്കണില്ല കേട്ടോ. ഒക്കെ അതിലാണ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ വെക്കാറ്. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് പണ്ട് നമ്മളെ വല്യമാരൊക്കെ ഇങ്ങനെ കേട്ടോ വെച്ചിരുന്നത്. കടലിട്ട് കൊടുക്കുക, പിന്നെ അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിഴങ്ങിടുമ്പോൾ ഒന്നുകൂടി കറിക്കൊരു കൊഴുപ്പുണ്ടാവും. ഞാനിപ്പോൾ ഒരു തക്കാളി ഉണ്ട്, 3 പച്ചമുളക്, ഒരു സവാള, പിന്നെ ഒരു കിഴങ്ങ് ഇതാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ കൂടെ ഇട്ട് കണ്ടാൽ വേവിച്ചത്. ഇതൊക്കെ കൂടെ കുക്കറിലെ കടലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പൊടികളോടും ചേർത്തിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ കിഴങ്ങും സവാളയും കടലയും ഒന്ന് വെന്താൽ മതി. കടല ഓൾറെഡി അര വേഗമായിട്ടുണ്ട് കേട്ടോ. ഇനി അരിയും കൂടി വെന്താൽ മതി. നമ്മൾ റൈസ് കുക്കറിൽ ഇട്ട് കൊടുത്തതുകൊണ്ടേ. അങ്ങനെ ഗെയ്സ് അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ഇത് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടേ ഇത് വേഗമല്ല വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വേഗം വെക്കുക. 2 വിസിലും വലുതും ഒരു ചെറിയ വിസിലും വന്നാൽ നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചാലോ. അങ്ങനെ നമ്മളെ കടലയൊക്കെ ഒന്ന് വെന്ത് കയറ്റേ. അപ്പോൾ നമുക്ക് നൂൽപുട്ടിനുള്ള കാര്യങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ് നമുക്ക് നൂൽപുട്ടിനുള്ള പൊടി എടുത്തു. ഒരു 3 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടേ വെള്ളത്തിലിങ്ങനെ കുമിളകൾ വരുന്ന ചൂടാട്ടോ അതിൻ്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ ഒരു പാകം അറിയട്ടോ. നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടിയാൽ അങ്ങനെ കിട്ടണം നമുക്ക്. അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കുക. ചൂട് കയറിയാൽ പിന്നെ 7 ആയിൽ പീച്ചൊക്കെ കിട്ടില്ല കേട്ടോ. ഒരു പാകത്തെ ചൂടേ പറ്റുള്ളൂ. തിളച്ച വെള്ളമാകുമ്പോഴേ ഇതാട്ടോ അതിൻ്റെ ഒരു പാകം. ഇങ്ങനെ നമ്മൾ ഉരുട്ടി അങ്ങനെ കയ്യിൽ ഇങ്ങനെ കിട്ടണം. എന്നിട്ട് നമുക്കിത് 7 ആയിൽ നിറച്ചിട്ട് പീച്ചി കൊടുക്കാം. അപ്പോൾ നല്ലൊരു പാകമാണ്.
ഇതാണ് നൂൽപുട്ടിൻ്റെ പാകം. വല്ലാതെ വെള്ളം തിളച്ചാൽ പൊടി വെന്ത് പോയാൽ പത്തിരിൻ്റെ പോലെയാവും, പിന്നെ പീച്ച കിട്ടില്ല. അങ്ങനെ കുമിളകളൊക്കെ വരുമ്പോൾ ഒരു പാകത്തെ ചൂട്, പറ്റ ചൂട് കുറയാനും പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നൂൽപുട്ടി ഇടാം. നമുക്കിതൊക്കെ ഒന്ന് ഉരുളൊട്ടിയിട്ടേ നൂൽപുട്ടിന് ചൂടാൻ നോക്കാം. അപ്പം ഗൈസ്, രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ചെറുനാരങ്ങൻ്റെ മുറി പിഴിഞ്ഞിട്ട് അത് ഞാൻ കുടിക്കാറുണ്ട്. നമ്മളെ കരളും നമ്മളെ വയറൊക്കെ ക്ലീനാക്കാൻ നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാൻ അങ്ങനെ കുടിച്ചാൽ എനിക്ക് നല്ല സുഖമാണ്. ഒരു ഇഞ്ചി വേണമെങ്കിൽ ഇടാം കേട്ടോ അതിൽ. അപ്പോൾ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല, വെറും ചെറുനാരങ്ങ ഇട്ടുള്ളൂ. നിങ്ങളിങ്ങനെ ഒന്ന് കുടിച്ചോ നോക്കൊണ്ടു, നമുക്ക് രാവിലെ നല്ലതാണ്. അപ്പം നമുക്കേ പിന്നെ കടലക്കറിക്കുള്ള തേങ്ങ, ഒരു മുറി തേങ്ങ ഞങ്ങൾ ചിരണ്ടിയിട്ടുണ്ട്, അത് നന്നായി അരച്ചെടുക്കട്ടോ. അങ്ങനെ ഗെയ്സ്, നമ്മൾ തേങ്ങ അരച്ചിട്ട് കടലക്കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. ഇതൊന്ന് തൂമിച്ചെടുക്കണം. ലാസ്റ്റ് തൂമിച്ചുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് 2 വെളുത്തുള്ളി അരിഞ്ഞിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായി തൂമിച്ചിട്ട് ഇതിൽ പൊഴിക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ നമുക്കൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് തൂമിച്ച് വയ്ക്കാം. വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ ഗെയ്സ്, നൂൽപുട്ടൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. വലിയൊരു ചട്ടിയും അങ്ങനെ തുണി കെട്ടിയിട്ട് അതിൽ പീച്ച് എളുപ്പം വേവും ചെയ്യും മാവിക്ക്. അതിലിപ്പം 4, 3, 7 നൂൽപുട്ട് ഒപ്പം ചൂടട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾ. അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തുണി കെട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. എന്നാൽ പിന്നെ ആ തുണിയാണ് കഴുകിയിട്ടാൽ മതി. നമ്മൾ നല്ലോണം എളുപ്പം വേവും കേട്ടോ. ഇതൊരു ടിപ്പാണ് എളുപ്പത്തിൽ നൂൽപുട്ടിടാൻ.
ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയായിട്ട് ഉണ്ടാക്കാറ്. എളുപ്പം ആവി എന്നാണ്ട് വേവുകയും ചെയ്യും. നല്ല നൂൽപുട്ട് കിട്ടുന്നു. ആ വീഡിയോയിലേക്ക് പോയാലോ? ഇതിപ്പോൾ ക്യാബേജ് ഉപ്പേരിക്കുള്ളതാട്ടോ. തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇതൊരു പഴയ മട്ടത്തിലുള്ള ക്യാബേജ് ഉപ്പേരി വെക്കലാണ്. ഇതൊന്ന് തൂമിച്ചെടുക്കണം. ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ക്യാബേജൊക്കെ ആദ്യം പച്ചമുളക് ഇട്ടാണ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റാണ് തേങ്ങ ചതച്ചിട്ട് നമ്മൾ തൂമിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് ക്യാബേജ് ഉപ്പേരി. പണ്ടില്ലേ വല്യമാരൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെ കേട്ടോ. ഞാനപ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയത്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു. പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഗേസ് ചോറൊക്കെ കുക്കറിലാട്ടോ വെക്കാറ്. കുക്കറിൽ വെക്കുമ്പോൾ ഒരു വിസിൽ വന്നിട്ട് പിന്നെ എൻ്റെ വിസിൽ കളഞ്ഞ് നല്ലോണം വെള്ളം ഒഴിച്ചാൽ ഊറ്റിയാൽ മതി കേട്ടോ. വാർത്തെടുത്താൽ മതി. നല്ല അടുപ്പത്ത് വെച്ച ചോറിൻ്റെ അതേപോലെ തന്നെ കാരണം. അങ്ങനെ ഗേസ് ഇലക്കറി ആയിട്ട് ഉണ്ടാക്കണം. മുരിങ്ങാക്കറി എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. അപ്പം മുരിങ്ങാക്കറി ഉണ്ടാക്കി. താളിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് താളിപ്പാട്ട് ഉണ്ടാക്കിയത്. നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇനി ഗേസ് നമുക്ക് മീനിലെ അരവ് ചേർക്കട്ടോ. ഞാനിപ്പോൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ മുറിയായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനിലെ മസാല നല്ലോണം പിടിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ അത്. പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു മുറി ചെറുനാരങ്ങ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾ അധികം മീനുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ ചേർത്തോളി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയുള്ളി ഇതൊക്കെ പാടെ ചതച്ചത് ഇട്ട് കൊടുക്കട്ടോ. ഒരു സ്പൂണ് ഇതൊക്കെ കൂടെ ഒന്ന് നല്ലോണം കുഴച്ചിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടേ നമുക്ക് മീനിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് മീൻ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊരിച്ചെടുത്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാട്ടോ മീൻ വറുത്താൽ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മീനിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിതൊക്കെ അരവൊക്കെ ചേർത്തിട്ടേ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക്
നല്ലോണം വറുത്തെടുക്കട്ടോ. അങ്ങനെ മീൻ വറുത്തതും റെഡിയാക്കാൻ നിൽക്കുകയാണ്. മീൻ വറുക്കുമ്പോഴേ ചൂടില്ല എണ്ണയിൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അടി പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്. ഞങ്ങൾ പൊരിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പൊരിക്കാറ് കേട്ടോ. അങ്ങനെ ഗേസ്, ഞാൻ ഇന്നുണ്ടാക്കിയ നാടൻ വിഭവങ്ങളുമായിട്ടാണ് വന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കണേ. ബാങ്ക് കൊടുക്കുന്ന സമയമായി, നിസ്കരിച്ചാൻ പോട്ടെ. പുറത്ത് മഴ തകർത്ത് പെയ്യാട്ടോ, ഭയങ്കര മഴയാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.